നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയ്യൂർ. പ്രധാന വാർത്തകൾ. ബാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. മുക്കിലും മൂലയിലും ഇത്ര ബാറുകൾ എന്തിനെന്നും ഹൈക്കോടതി. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിഗണിക്കുമെന്ന് കേന്ദ്രം. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. റാന്നിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. സാമൂഹ്യ പരിഷ്കർത്താവ് കണ്ണങ്കര പൊന്നച്ചൻ വിദ്യാഭ്യാസ നിധി സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ബാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. മുക്കിലും മൂലയിലും എന്തിന് ഇത്ര ബാറുകളെന്നും ഹൈക്കോടതി ചോദിച്ചു. മദ്യ ഉപഭോഗം കുറയ്ക്കാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും ബാറുകളെന്നും കോടതി ആരാഞ്ഞു. ബാർ ലൈസൻസ് വിഷയത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ലൈസൻസ് പുതുക്കി നൽകാത്തതിനെതിരെ 12 ബാർ ഉടമകൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് കൊണ്ടാണ് കോടതിക്ക് ഇടപെടേണ്ടി വരുന്നതെന്നും കോടതി പറഞ്ഞു. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകുമെന്ന് ഗവൺമെന്റ് പ്ലീഡർ പറഞ്ഞു. തുടർന്ന് സർക്കാർ വിശദീകരണം കേൾക്കാൻ കേസ് ഈ മാസം 17 മാറ്റി. മദ്യ ഉപഭോഗം കുറയ്ക്കുകയെന്നും കൂടുതൽ ബാറുകൾ അനുവദിക്കുകയെന്നുമുള്ള നിലപാടുകൾ എങ്ങനെ യോജിച്ചു പോകുമെന്നും കോടതി ചോദിച്ചു. ടൂറിസമാണ് ലക്ഷ്യമെങ്കിൽ അത്തരം സ്ഥലത്ത് മാത്രം ബാറുകൾ അനുവദിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിഗണിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ജാവദേക്കർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടാണോ നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. പഠിച്ചതിനു ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവൂ എന്നും മന്ത്രി പറഞ്ഞു. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി മോദിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം കസ്തൂരി ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ അതേപടി നടപ്പാക്കരുതെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങൾ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും പി ജെ കുര്യൻ പറഞ്ഞു. റാന്നി വൈക്കം ഗവൺമെന്റ് UP സ്കൂളിന് രാജു ഇബ്രാഹിം MLA സ്പെഷ്യൽ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സാബുക്കുട്ടി ജോയി ഏർപ്പെടുത്തിയ സ്പോൺസർഷിപ്പിന്റെയും ഉദ്ഘാടനം 3-ാം തീയതി ചൊവ്വാഴ്ച സ്കൂളിൽ വെച്ച് രാജു ഇബ്രാഹിം MLA നിർവഹിക്കും. റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള പാചകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം S ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV അനോജ് കുമാർ, PR പ്രസാദ്, തെക്കേപ്പുറം വാസുദേവൻ തുടങ്ങിയവർ സംസാരിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചേക്കോട്ട് ഏജൻസീസ് ചാലിങ്കൽ ബിൽഡിംഗ് ഫെഡറൽ ബാങ്കിന് എതിർവശം പഴവങ്ങാടി, റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. 2 മാസങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം നീട്ടിയിടിച്ച മണിയൊച്ചയിലും കുട്ടികളുടെ കലപിലാരവങ്ങളിലും സ്കൂളുകളുടെ അന്തരീക്ഷം ഉണർന്നു. അറിവിന്റെ അക്ഷരമുറ്റത്തെത്തിയവരെ സ്വീകരിക്കാൻ പല സ്കൂളുകളിലും വ്യത്യസ്തമായ പരിപാടികളാണ് ഒരുക്കിയത്. 2 മാസങ്ങൾക്ക് ശേഷം നീട്ടിയടിച്ച മണിയൊച്ചയിലും കലപിലാ ശബ്ദങ്ങളിലും സ്കൂളുകളുടെ അന്തരീക്ഷമുണർന്നു. അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് പകച്ചു കയറിയവർ, കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞവർ. അവരോട് പറയുവാൻ ഒത്തിരിയുണ്ട്. ഒരവധിക്കാലത്തിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അത് ഇമ്മിണി വലിയ വിശേഷങ്ങളാക്കി കൂട്ടുകാരോട് വിളമ്പാൻ ധൃതി കാണിക്കുന്ന കുറെ പേർ. പുസ്തക സഞ്ചികൾക്ക് ആദ്യ ദിനത്തിൽ വലിയ പ്രസക്തിയില്ലെങ്കിലും സഞ്ചിയും തോളിലേറ്റി യൂണിഫോമിൽ വീണ്ടും അക്ഷരക്കളരിമുറ്റത്ത് അവർ കലപില കൂട്ടി. അറിവിന്റെ കളരിമുറ്റത്ത് ആദ്യം നടത്തുന്നവർക്ക് പുതിയ അനുഭവം. അവർ തെല്ലു പരിവവും കാട്ടി ചിനുങ്ങിക്കൊണ്ട് ചെറിയ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ട് രക്ഷിതാക്കളുടെ പുറകിലൊളിച്ചു. ഒത്തിരി പ്രതീക്ഷകളും പലതരം ഓർമ്മകളുമൊക്കെയായി ഒരു വിദ്യാഭ്യാസ വർഷത്തിനുകൂടി ഇന്ന് മണിമുഴങ്ങി. സ്വാഗതഗാനം അരളിയാണ് കുട്ടികളെ പല സ്കൂളുകളിലും വരവേറ്റത്.
റാന്നി എബനേസർ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി പാണ്ഡ്യത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂൾ വർഷാരംഭം ഒരു ഉത്സവമായി തന്നെ മാറ്റി നമ്മുടെ സർക്കാരൊക്കെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ തുടങ്ങുന്ന ദിവസം സ്കൂളിൽ പ്രവേശിക്കണം. തുടർന്നുള്ള അവരുടെ ദിവസങ്ങളും നിമിഷങ്ങളും സന്തോഷമായിരിക്കണം. ആ രീതിയിൽ തന്നെ നമ്മുടെ പാഠപദ്ധതികളും നമ്മുടെ സ്കൂളിലെ എല്ലാ ക്രമീകരണങ്ങളും ഈ നാളുകളിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എബനേസർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഇപ്പോൾ നേരത്തെ തന്നെ കേൾക്കുവാനിടയായി. എന്നാൽ ഇപ്പോൾ ഗഡ് ബിസിനസ് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 30 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 29 കുട്ടികളും നല്ല മാർക്കോടുകൂടെ പാസ്സായി. ഒരു കുട്ടി മാത്രം ഒരു വിഷയത്തിന് പരാജയപ്പെട്ടു. ആ കുട്ടി ഇപ്പോൾ പരീക്ഷ എഴുതി. ആ കുട്ടിയും വിജയത്തിലേക്ക് കടന്നു വരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം റജി പുവത്തൂർ പങ്കെടുത്തു. വളകുടികാവ് MDLP സ്കൂളിലെ പ്രവേശനോത്സവം PTA നേതൃത്വത്തിലായിരുന്നു. കുട്ടികളും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നൊരുക്കിയ വർണ്ണാഭമായ റാലിയോടെയായിരുന്നു ഇവിടെ പ്രവേശനോത്സവം നടന്നത്. MDLP school. 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 റാന്നി ചെറുകുളഞ്ഞി ബദനി ആശ്രമം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ലതിലെയും നല്ല കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരാണ്. അതുകൊണ്ടാണ് 2 കുട്ടികളുടെ നമ്മളെ 2 വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. ഈ ആദരം ഇനിയുള്ള പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ നേട്ടങ്ങളിലേക്ക് തന്നെ പോകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്ക് അടുത്ത പ്രവേശനോത്സവത്തിൽ ഈ സ്റ്റേജിൽ അവർക്ക് അവർക്ക് ഈ സ്റ്റേജിൽ അവരെ ഇരുത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യും. റവറൻ ഫാദർ അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ഒരു കുട്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി പരീക്ഷകളൊക്കെ പാസ്സായിട്ട് ഓസ്ട്രേലിയയിലെത്തി ഇങ്ങനെ അവസരങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു തുടുവലയിൽ പലതും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു അപ്പോൾ ഈ കൊച്ചിനായി വായിച്ചിട്ട് ഒരു വീട്ടിലല്ല നാട്ടിലേക്ക് മാത്രം കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം പറയാൻ പാടില്ല. അതിന് ചോദിച്ചു ആ വാക്കിന്റെ അക്ഷരം എന്ന് പറയുക. ഇപ്പോൾ പറഞ്ഞു AHEAD എന്നാണ്. അതിന് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അപേക്ഷനാണ്. അതിനർത്ഥം മുൻപോട്ട് പോകുന്ന പ്രവേശനോത്സവം സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം മിസസ് നോയൽ മേരി ജേക്കബ് വായിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഭദ്രൻ കല്ലക്കൽ, PTA പ്രസിഡന്റ് അശോകൻ കാര്യാട്ട്, മറിയ വിയാനി ജോസഫ്, ജെൻസി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബൈബിൾ ഗീതാപാരായണത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ A+ കരസ്ഥമാക്കിയ ജോസ് പി ജോയിസ്, വർണിത PV എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി മുൻസിഫ് ജ്യോതിലാൽ പ്രസാദിന് റാന്നി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. റാന്നി മുൻസിഫായിരുന്ന ജ്യോതിലാൽ പ്രസാദിന് റാന്നി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു.
അദ്ദേഹത്തിനൊപ്പം സർവീസിൽ പ്രവേശിച്ച ടെമ്പററി ഓഫീസേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാബുവായിട്ട് വളരെ നല്ല രീതിയിൽ ഇൻ്ററാക്ട് ചെയ്യുക, സഹ ജുഡീഷ്യൽ ഓഫീസേഴ്സിനോട് വളരെ കരുതലോടുകൂടി ഇടപെടുവാൻ, കോടതിയിൽ നല്ല രീതിയിൽ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുവാനൊക്കെ അദ്ദേഹത്തിന് കഴിയും. ഒരു രീതിയിലും ഒരനിഷ്ട സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ കോടതിയിൽ ഉണ്ടായിട്ടില്ല. നല്ല സൽപ്പേരുള്ള ഒരു കോടതിയായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് അതിനെ മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ പ്രവർത്തിക്കുമ്പോൾ സഹ ഓഫീസറുടെ സഹകരണവും പിന്തുണയും വളരെ വലുതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ജുഡീഷ്യൽ കാര്യങ്ങളിലല്ല എന്നോട് അഭിപ്രായം തേടുകയും വേണ്ട പിന്തുണ എനിക്ക് നൽകുകയും ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന അദ്ദേഹം പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ. നമുക്കറിയാം, നിയമബിരുദത്തിന് ശേഷം അഭിഭാഷകനായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം തുടർന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. ഹൈക്കോടതിയിൽ ഗസറ്റഡ് തസ്തികയിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്ത് വരവെയാണ് ഈ നിയമനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി സുഭാഷ് കുമാർ അധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, റാന്നിയിലെ അഭിഭാഷകർക്ക് എന്ത് കാര്യങ്ങൾ അവർ പറഞ്ഞാൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു നല്ല ജുഡീഷ്യൽ ഓഫീസറായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് റാന്നിയെ സംബന്ധിച്ചിടത്തോളം, റാന്നിയിലെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യം. സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഹരികുമാർ, സീനിയർ അഭിഭാഷകൻ എബ്രഹാം മാത്യു പനച്ചമുട്ടിൽ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ പെറ്റൂച്ചിറ, സെക്രട്ടറി പി ലളിതാമണി, അഡ്വക്കേറ്റ് ബിൽസൺ വേണാട്, അഡ്വക്കേറ്റ് ഷൈൻ ജി കുറുപ്പ്, അഡ്വക്കേറ്റ് ലിറ്റി തോമസ്, അഡ്വക്കേറ്റ് ബിന്ദു വളയനാട്ട്, പി ജി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്നുള്ള രീതിയിൽ വളരെ വിജയകരമായി അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ അദ്ദേഹത്തിന് പൂർത്തിയാക്കാനായി കഴിഞ്ഞു. സ്വാഭാവികമായി ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹം നമ്മുടെ പുതിയ മുൻസിഫിന് ചാർജ് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്തു. മാഡം ഇന്ന് ചാർജ് ഏറ്റെടുത്തു. മാഡത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കൊച്ചു സെൻറ്ററിൽ ഇവിടെ 10-40 അഭിഭാഷകരെ ഉള്ളൂ. മൊത്തത്തിൽ വലിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് പോലീസുകാരും ഇതൊക്കെ അറിയാം. ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെ ജുഡീഷ്യൽ ഓഫീസർ എടുക്കുമ്പോഴല്ലാതെ ആര് വരുവാനും പോകുന്നതിനെ സംബന്ധിച്ചോളം ആരും ശ്രദ്ധിക്കാറില്ല. പോകുമ്പോൾ ജുഡീഷ്യൽ ഓഫീസർ ശ്രദ്ധിക്കാറില്ല. അതിന് ശേഷമുള്ള ബന്ധങ്ങളിലും ഈ ഭാഗത്തുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് പോയതിന് ശേഷം ആ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നത് സന്തോഷകരമാണ്. ഒരു അഡ്വക്കേറ്റിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരുടെ ലിമിറ്റേഷൻ എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് കൊടുത്ത സഹകരണം നിങ്ങൾ തുടർന്നും എനിക്ക് നൽകുക. തിരിച്ച് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാക്സിമം എന്ത് അഡ്വക്കേറ്റ്സിന് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നല്ല മനസ്സെനിക്കുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് ടോണി സാറുണ്ട്. ഞാനും ഒരു റെഗുലർ സർവീസിൽ നിന്ന് വന്ന ഒരാളല്ലാത്ത നിലയ്ക്ക് തന്നെ വന്നപ്പോൾ ഒരുപാട് ആശങ്കകളാണ് ആദ്യം വന്നത്. ബെഞ്ച് എങ്ങനെയാണെന്ന്, ബെഞ്ചിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്. പിന്നെ കോടതി ഞാൻ കൂടുതൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സിവിൽ സൈഡിൽ വളരെ കുറേ പ്രാക്ടീസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും ഒക്കെ വളരെ എനിക്ക് ആശങ്കപ്പെടുന്നു വന്നു. പക്ഷേ ആദ്യത്തെ ദിവസത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ബാറിനുള്ള പ്രതികരണം. സിറ്റി ന്യൂസ് റാന്നി. റാന്നി മിസ്ബ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇട്ടിയപ്പാറ YMCA വെച്ച് 4-ാം തീയതി ബുധനാഴ്ച ബ്രദർ സജി ജോൺ ഇരവിപ്പേരൂർ വചന പ്രഘോഷണം നടത്തും. ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. കണ്ണങ്കര പുന്നച്ചൻ വിദ്യാഭ്യാസ നിധി സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തു. റാന്നി സെന്റ് തോമസ് ഹൈസ്കൂൾ, UP സ്കൂൾ എന്നിവ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് വേദപണ്ഡിതനായിരുന്ന കണ്ണങ്കര പുന്നച്ചൻ. തികഞ്ഞ മതപണ്ഡിതനും വേദപണ്ഡിതനുമായിരുന്ന യശശരീരനായ കണ്ണങ്കര പുത്തൻപുരയിൽ ഉണ്ണിട്ടൻ പുന്നൂസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ
പുന്നച്ചൻ വിദ്യാഭ്യാസ നിധിയുടെ ആഭിമുഖ്യത്തിൽ റാന്നി സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി ജിജി സ്റ്റാൻലി, കുമാരി വിനയ TR എന്നിവർക്കുള്ള സ്വർണ്ണ മെഡലുകൾ റവറന്റ് ഫാദർ പ്രസാദ് കുരുവിള കോവൂർ വിതരണം ചെയ്തു. പുന്നച്ചൻ സ്മാരക വിദ്യാഭ്യാസ നിധിയിലേക്ക് ഗോൾഡ് മെഡലുകൾ സംഭാവന ചെയ്തത് എക്സൽ ജ്വല്ലറി റാന്നിയാണ്. ആ വർഷം ഞാൻ പാസ്സാകുന്ന ആ ഒരു വർഷം 10ാം ക്ലാസ്സിൽ ഒരൊറ്റയാളിന് മാത്രമേ ഫസ്റ്റ് ക്ലാസ് ഉള്ളൂ. ഏറ്റവും ഹയസ്റ്റ് റിസൾട്ടറാണ് കുറ്റിയിൽ ബാബു ജോസഫ്. അവന് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് പാസ്സായി. അവനത് വാങ്ങി പാസ്സായി. ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിനിമം 360 മാർക്ക്. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ റവറന്റ് ഫാദർ റോയ്മോത്തി മുളമൂട്ടിൽ കോറപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഇവിടുത്തെ അധ്യാപകര് ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അധ്യാപകരെ പ്രയത്നങ്ങൾക്ക് തക്കതുപോലെ ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തു. 100% റിസൾട്ട് നമുക്ക് നിലനിർത്തുന്നതിന് സാധിച്ചു. അടുത്ത വർഷത്തെ കുട്ടികൾ 100% റിസൾട്ട് നിലനിർത്തുക മാത്രമല്ല, എല്ലാ വിഷയങ്ങൾക്കും A+ മേടിക്കണം. ആ നിലയിൽ A+ വാങ്ങി പ്രശസ്തരായി തീരുവാൻ പത്രത്തിലൊക്കെ പടം വരണം. സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്ന് എല്ലാ വിഷയത്തിനും A+ വാങ്ങി കുട്ടികളുടെ പേരിൽ പടമായിട്ട് നിങ്ങളുടെ പത്രത്തിലെല്ലാം എല്ലാ പത്രങ്ങളിലും വരണം. ലോകം മുഴുവനും അറിയണം. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ കൂടി ചേരുമ്പോഴാണ് ഈ സമൂഹം, നമ്മുടെ സന്തോഷവും നമ്മുടെ ചൈതന്യവും നമ്മുടെ ചിരിയും ഒക്കെയാണ്, സംതൃപ്തിയും ഒക്കെയാണ് ഈ സമൂഹത്തിൻ്റെ സന്തോഷവും സമൂഹത്തിൻ്റെ നിലനിൽപ്പും എന്ന് പറയുന്നത്. നമുക്കുണ്ടാവുന്ന നേട്ടമാണ് സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ നേട്ടം. ഇത്തരം നേട്ടങ്ങൾ ഒരു സമൂഹത്തിന്, രാജ്യത്തിന് ലഭ്യമാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം. ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ജേക്കബ് ആലിച്ചനാറോന്നിൽ, PTA പ്രസിഡന്റ് സിജു മാത്യു, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കുരുവിള എബ്രഹാം, വിദ്യാഭ്യാസ നിധിയുടെ സംരംഭകൻ തോമസ് കണ്ണങ്കര, സാജു വളഞ്ഞന്തുരുത്തിയിൽ, റാന്നി സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ VO സാജു, സീനിയർ അസിസ്റ്റന്റ് അനില എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സമീപ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സ്വർണ്ണ തിളക്കം തന്നെയുള്ള ഒരു വിജയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ അവരെ ആ തലത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ, അവരും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു. അത് ഞാൻ ആദ്യമായിട്ടൊന്ന് രേഖപ്പെടുത്തട്ടെ. വിദ്യാഭ്യാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് അതിന് 100% വിജയം കരസ്ഥമാക്കിയ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കണ്ണങ്കര പുന്നച്ചൻ അപ്പച്ചൻ എന്ന് പറയുന്ന ആളാണ് എൻ്റെയും വിജയപ്പച്ചനാണ്. അതുപോലെ തന്നെ ഈ ഹോൾ, സ്കൂളിലെ ഹോൾ ചെറുപറമ്പിൽ പരേതനായ CB കുര്യാക്കോസ് കശീശായുടെ നാമത്തിലാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. സിറ്റി ന്യൂസ് റാന്നി. കൃഷി നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ അത്തരം മൃഗങ്ങളെ കൊല്ലാൻ കർഷകർക്ക് അനുവാദം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് JB കോശിയുടെ വിധി പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നു. റാന്നിയിലെ മലയോര മേഖലകളിലും വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആയിരക്കണക്കിന് കർഷകർക്ക് ആശ്വാസപ്രദമാണ് ഈ വിധി. കൃഷിനാശം ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്ന കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ കർഷകരെ അനുവദിക്കണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് KB കോശിയുടെ നിർദ്ദേശത്തെ റാന്നിയിലെ മലയോര വനമേഖലകളിൽ താമസിക്കുന്ന കർഷകർ സർവാൽപ്പന സ്വാഗതം ചെയ്യുകയാണ്. റാന്നിയിലെ മലയോര വനം മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം അടുത്ത നാളിൽ അതിരൂക്ഷമാണ്. കാട്ടുപന്നികളുടെ ആക്രമണത്തെ ഭയന്ന് ഈ പ്രദേശങ്ങളിൽ കർഷകർ കൃഷി പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൃഷിനാശത്തിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയുമാണ്. കാട്ടുപന്നികളുടെ ആക്രമണത്തിന് ഇരയായി തീർന്നവർ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധിയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മണ്ണാന്തറ സ്വദേശി മുഹമ്മദ് ഇസ്മയിലിന് ഗുരുതരമായ പരിക്കുകൾ പറ്റിയിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ വീണ്ടും കാട്ടുപന്നിയുടെ ആക്രമണം ഈ ഭാഗങ്ങളിലുണ്ടായി. കഴിഞ്ഞ ഏപ്രിലിൽ റാന്നി പെരുമ്പുഴയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ആയുർവേദ ആശുപത്രിയുടെ ഫ്രണ്ട് ഓഫീസിന്റെ ചില്ലുകൾ തകരുകയും ബൈക്ക് യാത്രക്കാരനെ മറിച്ചിടുകയും ചെയ്തു. സമീപത്തെ വീടുകളിലും പന്നിയുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പുതുശ്ശേരിമല ഭാഗത്ത്
10,000-കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് പന്നികൾ വരുത്തിവെച്ചത്. ജസ്റ്റിസ് കെ ബി കോശിയുടെ നിർദ്ദേശത്തിൽ കർഷകർക്ക് സ്വാഗതാർഹമായ നിർദ്ദേശം കൃഷിനാശം സംഭവിച്ച കൃഷിയിടങ്ങളിൽ 12 മണിക്കൂറിനുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിഭൂമിയിലെത്തി തെളിവെടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞാവും ഉദ്യോഗസ്ഥരെത്തുക. ഉപദ്രവമുണ്ടായ ശേഷം ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങി കാട്ടുപന്നികളെ കൊല്ലാമെന്ന ഉത്തരവ് പ്രായോഗികമല്ലെന്ന് നേരത്തെ തന്നെ കർഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉത്തരവ് അപ്രായോഗികമാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. കാട്ടുപന്നികൾ റാന്നിയിലെ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ പെരുകിയിട്ടുണ്ട്. വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളെപ്പോലെ കാട്ടുപന്നികളെ കാണരുതെന്ന് ജസ്റ്റിസ് ജെ ബി കോശി പറഞ്ഞതും ഈ മേഖലകളിൽ താമസിക്കുന്നവർ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. ഇതിനേക്കാളൊക്കെ ശ്രദ്ധേയമായി ചൂണ്ടിക്കാട്ടലാണ് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യർക്ക് വേണ്ടിയാണെന്നും പന്നികളുടെ ജീവനും മനുഷ്യരുടെ ജീവനും ഒരേ വില കൽപ്പിക്കരുതെന്നും ജസ്റ്റിസ് കോശി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് എന്ത് നടപടികളാണ് ഇനി എടുക്കുക എന്ന് കാത്തിരുന്ന് കാണാം. സിറ്റി ന്യൂസ്, റാന്നി. സംയോജിത നീർത്തട പരിപാലന പരിപാടിയിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചർ, ബിടെക് സിവിൽ, ഡിപ്ലോമ സിവിൽ എന്നിവയാണ് യോഗ്യത. സർട്ടിഫിക്കറ്റുകളുമായി 3-ാം തീയതി 10 മണിക്ക് റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തണം. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഇടവേള. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. നിര്യാതരായി പൂവന്മല ചിരട്ടോലത്തിടം മണലിൽ MT വർഗീസിന്റെ ഭാര്യ ചിന്നമ്മ വർഗീസ് നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം 3-ാം തീയതി ചൊവ്വാഴ്ച 2:30 കളമ്പാല സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടക്കും. പരേത മഞ്ഞനിക്കര കാരാവള്ളിൽ കുടുംബാംഗമാണ്. സണ്ണി, റഞ്ചി, മോനി എന്നിവർ മക്കളും കുഞ്ഞുമോൾ, മോളി, മോനച്ചൻ എന്നിവർ മരുമക്കളുമാണ്. റാന്നി അങ്ങാടി കോടത്തുപറമ്പിൽ പരേതനായ KA എബ്രഹാമിന്റെ മകൻ റോയി K എബ്രഹാം കുവൈറ്റിൽ നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. മാതാവ് ശോശാമ്മ എബ്രഹാം. അടൂർ വാഴവിള കുടുംബാംഗം മന്നയാണ് ഭാര്യ. ഫെലീസ മകളാണ്. പൂവന്മല തെങ്ങനാലിൽ TM ശമുവലിന്റെ ഭാര്യ അന്നമ്മ ശമുവൽ കുഞ്ഞമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം 4-ാം തീയതി ബുധനാഴ്ച 12 മണിക്ക് പൂവന്മല സെന്റ് തോമസ് മർത്തമ്മ പള്ളിയിൽ നടക്കും. രാജു, സോമിനി, മേഴ്സി, ഷാജി, ഓമന എന്നിവർ മക്കളും വത്സമ്മ, ജോൺസൺ, ജോർജ് കുട്ടി, കൊച്ചുമോൾ, ലാലു എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ബാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. മുക്കിലും മൂലയിലും ഇത്ര ബാറുകൾ എന്തിനെന്നും ഹൈക്കോടതി. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിഗണിക്കുമെന്ന് കേന്ദ്രം. പശ്ചിമഘട്ട സംരക്ഷണത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. റാന്നിയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. സാമൂഹ്യ പരിഷ്കർത്താവ് കണ്ണങ്കര പൊന്നച്ചൻ വിദ്യാഭ്യാസ നിധി സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.